ഹലോ നീ പറ. ആ ആ ആര്? അവളോ? അവൾ എന്റെ ജൂനിയർ ആണ്. ഒന്നും അല്ലെങ്കിൽ ഒരു വർഷം അവളെക്കാളും സീനിയർ ആണ് ഈ ഞാൻ. അവൾ എന്താ? ആണോ? ഇങ്ങോട്ട് വരാൻ പറ. വരാൻ പറ. അവക്ക് എന്റെ കിട്ടിയിട്ടില്ല നല്ല പോലെ. ഓ അവളച്ഛൻ പിന്നെ അവളച്ഛൻ ആരെന്ന്? അയ്യേ, അതേം കാട്ടി വലിയ ആളാണ് എന്റെ അച്ഛൻ. ഒന്നുമില്ലെങ്കിലേ അസിസ്റ്റന്റ് മാനേജർ ആണ് ബാങ്കിലെ. പിന്നെ വളം വെക്കാതെ ഇറങ്ങി പോറെങ്കിൽ എന്റെ മൂക്കിന് ഇടിച്ചു പറ്റൂ. ഇങ്ങോട്ട് ഇടിച്ചു വരട്ടെ. ജോഗിങ്ങിന് പോയപ്പോ സംസാരിച്ച പോരാ നിനക്ക്. അയ്യോ, എന്നാ ഒരു ദിവസം വരാൻ പറയണേ നേരിട്ട്. നമുക്ക് കാണാന്ന് പറ. ഓ എടി, നീയൊക്കെ അല്ലേ ഇവിടെ തലയെ കയറ്റി വെക്കുന്നത്? ആണോ അല്ലയോ? ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞാ? ഇല്ലടി, ഞാൻ ഇപ്പൊ ഇറങ്ങും. എന്തായാലും അവിടെ വെച്ച് കാണാം. വരട്ടെ, നമുക്ക് നോക്കാം. എന്തുവാടി കാണിച്ചത്? നീ ഫോൺ തട്ടിപ്പിടിക്കേ. എന്തുവാടി സംഭവിച്ചത്? നിനക്ക് പോവല്ലേ ജോഗിങ്ങിന്? പോണം. പോടി. അയ്യോ, അയ്യോ, എന്നെ ഇനി എന്തിനു കൊള്ളാം? ഒറ്റയാണ് ശരിയല്ല. വൃത്തിയുടെ ജന്തുക്കള് കഷ്ടമാണ്. നോക്കിയും വിളിച്ചാലും എടുക്കൂല. നന്ദിയില്ല, ഒന്നുമില്ല. വരും എന്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നേ. കൊടുക്കണേ അമ്മ, എന്റെ കുറെ കൂട്ടുകാരുണ്ടല്ലോ, അവൾമാർ ഒറ്റയാണ് ശരിയല്ല. നന്ദിയില്ല ആർക്കും. നീ എന്തോന്നാണ് കാര്യം തെളിച്ച് പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. അത് ഗണിക്കാൻ പറ്റൂല. അമ്മ, ഞാൻ മറ്റേ ക്ലാസ് മിസ് ചെയ്തല്ല. അപ്പൊ ഞാൻ എന്റെ നോട്ട് ഒന്ന് എഴുതി തരാമെന്ന് ചോദിച്ചു. പറ്റൂലെന്ന്. ഞാൻ ഇത്രയോ വട്ടം അവളെ നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാല്ല. നീ നിന്റെ വാണാലി പിള്ളേർ ഒറ്റ എണ്ണം ചവന്ന് നിരപ്പുള്ളതില്ല. പിന്നെ നിന്റെ കൂട്ടുകാരികളാണല്ലോ, അങ്ങനെയല്ലേ വരുള്ളൂ. ഞാൻ എന്ത് ചെയ്തമ്മ? ഞാൻ എന്ത് ചെയ്ത്? പിങ്കി, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? പിങ്കി, ആ പേരാണ് പ്രശ്നം. പട്ടിക കീറുന്ന പോലത്തെ പേര്. ഇതെന്തോന്ന് രാവിലെ തന്നെ? അയ്യോ അമ്മ, ആ നച്ചലിയും ഗ്യാങ്ങും പറഞ്ഞു. നച്ചലിയാ? കാർത്തൂല്ലേ അമ്മ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയില്ല കേട്ടാ. കേട്ടാ, മരി കുളിത്തരുമ്പോ കണക്കിലെ പറയില്ലേ. അയ്യോ, നിർത്തിയാ കിട്ടോ? അവള് പുറത്തു പോയിരിക്കണു. ആന്റിയോട് പറഞ്ഞിട്ടല്ലേ പോയത്? പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞില്ല. ആന്റി എന്നും പോലെ പരിപാടി തുടങ്ങിയത്? എന്തോന്ന് പരിപാടി മക്കളെ? കള്ളം പറച്ചില്. അതെ, പിങ്കി രാവിലെ ഫ്രണ്ട്സിനെ വിളിച്ച് അടിയുണ്ടാക്കി ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത് കണ്ടത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് അവൾ ഇവിടെ ഇല്ല എന്ന് നിങ്ങളോട് പറയണം പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോയി. ഓഹോ, കൊല്ലാനായിരിക്കും. എന്ത് മോളെ? കടുകുമണി, ഇങ്ങോട്ട് വന്നേ. ദേഷ്യത്തില ഇവിടെ വന്നേ. നിന്റെ ചേച്ചി വന്നെന്ന് പറഞ്ഞില്ല? നിന്റെ ഇവിടെ ഇങ്ങി വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്ത് ഇത്ര ദേഷ്യം രാവിലെ? മോള് വരുന്ന ഇവിടെ ആർക്കും ഇഷ്ടക്കേട് അല്ല. ഇവിടെ ആരെ ഒളിച്ച ഇവിടെ? ഇവിടെ വന്നേ. ഇത് എവിടെ പോന്നു? ഇങ്ങി വാ. എന്താ ഇതിങ്ങനെ ദേഷ്യത്തിൽ രാവിലെ? എന്ത് പറ്റി? എനിക്കൊന്നും പറയാനില്ല. പിങ്കി, വാ, എല്ലാം പൊളിഞ്ഞ്. കണ്ണാ കിട്ടിക്കോളും. കാർത്തു ഞാൻ വന്നിട്ട് കൊറേ വർഷമായി. സുഖം തന്നെ. ഒരാള് വീട്ടിൽ കയറി വന്നാൽ അവരോട് മര്യാദക്ക് പെരുമാറണം, അല്ലാതെ ഒളിച്ചടിക്കല്ല ചെയ്യേണ്ടത്. നാളെ ഇല്ലേ പിങ്കി ചേച്ചി?
10-20 വയസ്സായി ഇതൊരു കുട്ടികളിൽ മാറിയിട്ടില്ല. എനിക്ക് 10-20 വയസ്സൊന്നും ആയില്ല. 18 പോലും തികഞ്ഞില്ല അല്ലേ അച്ഛാ? ഓ, അതെന്റെ കുഴപ്പമാണോ? എങ്ങോട്ട് പോണം? എന്തു പറ്റി? ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറഞ്ഞാണ് തെറ്റ്. പോട്ട് മോളെ, അവള് തമാശക്ക് ചെയ്തല്ലേ. തമാശക്കൊന്നുമല്ല, അമ്മ എപ്പോഴും ചോദിക്കണം നീ എവിടെയാ പോണേന്ന്. പണ്ടുള്ളവര് പറയുന്നുണ്ട് താജോട് കേൾക്കാത്ത തത്തേ നീ തല കുത്തണ നിൽക്കുമെന്ന്. അയ്യോ, അത് അങ്ങനെയല്ല. താജൊല്ലി കേൾക്കാത്ത വവ്വാലെ നീ തല കീഴായിട്ട് കിടക്കുന്നതാണ്. ഓ, അപ്പൊ അങ്ങളുടെ ട്യൂഷൻ. ഞാൻ പോണേ, എനിക്ക് ഈ കൂട്ട് ശരിയാവത്തില്ല. നീ പിണങ്ങി പോകണ്ട, ഇതൊക്കെ നമുക്ക് സോൾവ് ആക്കാന്ന്. ഞാൻ പോണേ, ഈ കൂട്ട് ശരിയാവൂല. അങ്കിൾ ആന്റി സോറി. ചുമ്മാ എവിടെ കിടന്ന് ഷോ അടിക്കാതെ ഇറങ്ങി പോടെ എന്റെ വീട്ടിലെ. പിങ്കി, എന്തോന്ന് പിങ്കി ഇത്? കൊച്ചു പിള്ളേന്ന് വിചാരം അച്ചലി. ഉരുളയ്ക്ക് പേര്